അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ചന്ദ്രിക എയർപോർട്ടിൽ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ സിദ്ധുവും തിരിച്ച് അവളെ കണ്ട ശേഷം താഴെ വരുന്നു. അവർ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുന്നു. ചന്ദ്രിക അവളുടെ ഇഷ്ടം പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ചന്ദ്രികയുടെ മനസ്സിൽ ഇങ്ങനെയാണ് അവൾ ആലോചിക്കുന്നത്. സിദ്ധു സാർ, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല സാർ. നിങ്ങൾ നഷ്ടപ്പെടാൻ നേരത്താണ് നിങ്ങളുടെ സ്നേഹം, പ്രേമം എല്ലാം എനിക്ക് മനസ്സിലായത്. ഇനി അങ്ങോട്ട് ഒരു നിമിഷം പോലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കണം. ആ നേരം സിദ്ധുവും മനസ്സിലോർക്കുന്നത്, ചന്ദ്രിക ഇതൊക്കെ സത്യമാണോ? അപ്പോൾ ആ നേരം ചന്ദ്രിക മനസ്സിലോർക്കുന്നു, സത്യമാണ് സാർ. എനിക്ക് നിങ്ങളോടുള്ള പ്രണയം പറയാൻ വാക്കുകൾ പോലെ സാർ. എൻ്റെ മനസ്സിലുള്ളത് പറയാൻ സാധിക്കാതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഊമയെപ്പോലെ നിൽക്കുകയാണ് സാർ. അപ്പോൾ സിദ്ധു മനസ്സിൽ വിചാരിക്കുന്നു, ചന്ദ്രികെ, നിന്റെ പ്രണയം മനസ്സിലാക്കാൻ നീ സംസാരിക്കണമെന്നില്ല. നിന്റെ ഒരു നോട്ടം മതി, എനിക്കെല്ലാം മനസ്സിലായി. ആ നേരം ചന്ദ്രിക സിദ്ധുവിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല സാർ. പക്ഷേ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജീവിതം മുഴുവൻ എനിക്കും മലരിനും നിങ്ങൾ തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ചന്ദ്രികെ. ഇനി വരുന്ന ജീവിതത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി മനസ്സുകൊണ്ട് സ്നേഹിച്ച് വിശ്വാസത്തോടെ കൂടെ ജീവിക്കുന്നതാണ് ശരിയായ ജീവിതം. എന്നെക്കൊണ്ട് ഒരു നല്ല ജീവിതം നിനക്ക് തരാൻ സാധിക്കും ചന്ദ്രികെ. ഞാൻ നിന്നെ ഒരു ശരാശരി പെണ്ണായിട്ടല്ല കാണുന്നത്. നിനക്കും മലരിനും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയും, നിങ്ങളുടെ ഈ സ്നേഹത്തിനും പ്രണയത്തിനും സ്വീകരിക്കാൻ വേണ്ടി അത്ര യോഗ്യത ഉള്ളവളാണെന്ന് എനിക്കറിയില്ല സാർ. എന്നാൽ അവസാനം വരെ നിങ്ങൾക്ക് നന്ദിയുള്ളവളായിട്ട് ഞാൻ എന്നും ഉണ്ടാവും. സിദ്ധുവിൻ്റെ മുഖത്ത് അത് കേട്ടപ്പോൾ ഒരു ആത്മസംതൃപ്തിയുടെ പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ചന്ദ്രിക ചോദിച്ചു, നിങ്ങൾ അമേരിക്കയിലേക്ക് പോവോ സാർ? നീ പറ ചന്ദ്രികെ, ഞാൻ പോണോ വേണ്ടയോ എന്ന്. അവൾ വേണ്ട എന്ന് തലയാട്ടി. പോണ്ട സാർ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജീവിക്കൂ സാർ. അവൻ കരഞ്ഞുകൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല ചന്ദ്രികെ, ഞാൻ പോവില്ല. അത് കേട്ട് അവൾക്ക് സന്തോഷമായി. ഇതെല്ലാം കണ്ടുകൊണ്ട് മെയിൻ ഡോറിൻ്റെ അടുത്ത് രണ്ടാൾക്കാരുണ്ടായിരുന്നു, മഹേഷും മനോഹറും. ഇത് കണ്ട് മഹേഷിൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവന് ദേഷ്യം ഇരച്ചു കയറി. അപ്പോൾ മനോഹർ മഹേഷിനോട്, എന്താ മഹേഷേ, കഥയൊക്കെ വേറെ ആയല്ലോ. ഇത്ര നാളും സിദ്ധു ആണ് ചന്ദ്രികയെ പ്രേമിക്കുന്നതെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെയാണ് പ്രേമിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് രണ്ടുപേരെയും പിരിക്കുന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ വെറുപ്പോടെ മഹേഷ്, ചന്ദ്രികയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ പറയും പോലെ ചെയ്. അവൻ ചില നിർദ്ദേശങ്ങൾ മനോഹറിന് കൊടുക്കുന്നു. ഇപ്പുറത്ത് ചന്ദ്രിക സിദ്ധുവിനോട്, സാർ, മലര് വീട്ടിൽ ഒറ്റയ്ക്കാണ്. നിങ്ങൾ അമേരിക്കയിലേക്ക് പോയില്ല എന്ന് കേട്ടാൽ അവൾ ഒരുപാട് സന്തോഷിക്കും. ഞാൻ പോയിട്ട് നിങ്ങൾ അമേരിക്കയിലേക്ക് പോകാത്ത കാര്യം മലരിനോട് പോയി പറയട്ടെ? ഓക്കെ ചന്ദ്രികെ, നീ എന്നാൽ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഇവിടുത്തെ ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ക്യാബ് പിടിച്ചിട്ട് വരാം എന്ന് തലയാട്ടി അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. അവൾ പോകാനൊരുങ്ങുമ്പോൾ പിന്നെ അവനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ സന്തോഷത്തോടെ, ബായ് ചന്ദ്രികെ. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യവും വെറുപ്പും എല്ലാം കൂടി മഹേഷും മനോഹറും അത് തന്നെ നോക്കിയിരുന്നു. സിദ്ധുവിൻ്റെ സന്തോഷമുള്ള ചിരി കാണുമ്പോൾ മഹേഷിന് വെറുപ്പ് കൂടി. ചന്ദ്രിക പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. സിദ്ധു വേഗം ഓടിയിട്ട് ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കി. ഓഫീസർമാരോട് ഇവിടെ നാട്ടിൽ വേറെ കുറച്ച് ജോലികളുണ്ട്, അതുകൊണ്ട് ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ആക്കുമോ എന്ന് ചോദിച്ചു. അതെല്ലാം ശരിയാക്കി അവൻ പുറത്തേക്ക് വന്നു. ചന്ദ്രിക ആകട്ടെ ഭയങ്കര സന്തോഷത്തിൽ അവളുടെ വണ്ടിയിലേക്ക് കയറി. എന്നിട്ട് മിററിലേക്ക് നോക്കിയപ്പോൾ അവിടെയൊക്കെ സിദ്ധുവിൻ്റെ മുഖമായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്നു. അവൾ അത് കണ്ട് നാണത്തോടെ പുഞ്ചിരിച്ചു. വണ്ടിയെടുത്ത് നേരെ വിട്ടു. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. മഹേന്ദ്രൻ സാറും മുത്തശ്ശനും സോഫയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ലക്ഷ്മി അമ്മ വരുന്നു. ലക്ഷ്മി അമ്മ മഹേന്ദ്രനെ വെള്ളവും മരുന്നും കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഏട്ടാ, ഈ മരുന്ന് കുടിക്കൂ. അയാൾ അത് വാങ്ങി കുടിച്ചു. മുത്തശ്ശൻ അപ്പോൾ ചോദിച്ചു, മഹേന്ദ്ര, സിദ്ധാർത്ഥ് ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും അല്ലേ? മഹേന്ദ്രൻ വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും കയറിയിട്ടുണ്ടാവും.
ഈ നേരം കൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടാവും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ശരി, നല്ലോണം പോയിട്ട് വന്നാൽ മതി. അപ്പോൾ മഹേന്ദ്രൻ സാറ് തൻ്റെ സങ്കടം പറഞ്ഞു. എനിക്കെന്തോ സിദ്ധാർത്ഥ് ഇല്ലാതായപ്പോൾ എൻ്റെ കൈ പോയതുപോലെയായി അച്ഛാ. എങ്ങനെയാണ് ഇത്രയും വലിയ ഓഫീസും കാര്യങ്ങളൊക്കെ മേഘയെ ഏൽപ്പിക്കുന്നത്? സിദ്ധാർത്ഥ് ആയിരുന്നപ്പോൾ എല്ലാം അവൻ നോക്കി നടത്തിയിരുന്നതാണ്. അവൻ എല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ശുപാർശ ചെയ്തു, കുറച്ച് നാളത്തേക്ക് നിനക്കൊന്ന് നോക്കി നടത്തിക്കൂടെ? ഈശ്വരൻ നിനക്ക് അതിനുള്ള ധൈര്യമൊക്കെ തരും. എന്നാൽ മേഘയെ വിശ്വസിച്ച് എല്ലാം അവൾക്ക് കൊടുക്കണ്ട കേട്ടോ. ശരി അച്ഛാ. ഇപ്പുറത്ത് സിദ്ധു ആകട്ടെ പുറത്തിറങ്ങിയിട്ട് ഫോണിൽ മഹേന്ദ്രൻ സാറിനെ വിളിച്ചു. മഹേന്ദ്രൻ സാറ് അപ്പോൾ മുത്തശ്ശനോട് പറഞ്ഞു, നോക്കച്ചാ, സിദ്ധുവിൻ്റെ കോളാണല്ലോ. ആ നോക്ക് മോനെ, ഫോൺ എടുത്തു നോക്ക്. എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ മഹേന്ദ്രൻ സാറ് കോൾ എടുത്തു. ഹലോ സിദ്ധു, എന്താ ഫ്ലൈറ്റ് ഡിലേ ആയോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു, അങ്കിൾ, ഫ്ലൈറ്റൊക്കെ പോയി. അതെയോ? അപ്പോൾ ഫ്ലൈറ്റ് നിനക്ക് മിസ്സായോ? ഫ്ലൈറ്റൊന്നും മിസ്സായതല്ല അങ്കിൾ, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന പ്ലാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു. അത് കേട്ട് മഹേന്ദ്രൻ സാറ് ഒരേ സന്തോഷം. എന്താടാ പറയുന്നേ? അതെന്താ, എന്തു പറ്റി? അതൊന്നുമില്ല അങ്കിൾ, കുറച്ച് പ്ലാനൊക്കെ അങ്ങ് മാറ്റി. അവൻ പറഞ്ഞു, കുറച്ച് പണികളേ ഉള്ളൂ, അത് നീ ഇന്ത്യയിൽ നിന്നും ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ പ്ലാനൊക്കെ മാറ്റി അങ്കിൾ. ആഹാ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ സാർ സന്തോഷത്തോടെ ചിരിച്ചു. നല്ലതായി മോനെ, ഇപ്പോൾ നിന്നെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നീ അമേരിക്കയിലേക്ക് പോവാതിരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോനെ. കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മി അമ്മ ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പോൾ മഹേന്ദ്രൻ സാർ, സിദ്ധാർത്ഥ് US പോകുന്നത് മാറ്റിവെച്ചു. അപ്പോൾ എല്ലാവരുടെ മുഖത്ത് സന്തോഷം വന്നു. ലക്ഷ്മി അമ്മ പറഞ്ഞു, ഹോ, ഇപ്പോഴാണ് എനിക്കൊന്ന് സന്തോഷമായത്. അതേ ലക്ഷ്മി. ശരിയടാ, നീ അവിടെ തന്നെ നിൽക്ക്, നിന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രൈവറെ അയക്കാം. അതൊന്നും വേണ്ട അങ്കിൾ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഒരു ക്യാബ് വിളിച്ച് അങ്ങോട്ടേക്ക് വന്നോളാം. അപ്പോൾ മഹേന്ദ്രൻ സാറും അത് അംഗീകരിച്ചു. ഓക്കെ, വാ, വേഗം വാ ഇങ്ങോട്ടേക്ക്. ഓക്കെ മാമ, ശരി, കാണാം എന്നും പറഞ്ഞ് പുഞ്ചിരിയോടെ സിദ്ധു കോള് കട്ടാക്കിയിട്ട് മഹേന്ദ്രൻ സാറ് മുത്തശ്ശനോട്, അച്ഛാ, ഇപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. മുത്തശ്ശനും പറഞ്ഞു, അവൻ പോയ ശേഷം നീ ഒരുപാട് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തായാലും ഇത് നന്നായി, ഈശ്വരൻ സ്വയം ഇങ്ങനെ അങ്ങ് ചെയ്തതുകൊണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി അമ്മ വന്നത്. കൂടെ വീൽ ചെയർ ഉരുട്ടി ആരതിയും സിദ്ധുവിൻ്റെ അച്ഛനും. അപ്പോൾ മഹേന്ദ്ര സാറ് പറഞ്ഞു, ജാനകി, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഏട്ടാ? സിദ്ധാർത്ഥ് US പോകുന്നില്ല. അത് കേട്ടതും ജാനകി അമ്മ ഞെട്ടിപ്പോയി. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ സന്തോഷമായി. ആരതി ചോദിച്ചു, എന്താ അങ്കിൾ പറയുന്നേ? അതേ മോളെ, സിദ്ധു ഇപ്പോഴാണ് എന്നെ കോൾ ചെയ്ത് പറഞ്ഞത്. US സ്റ്റാർട്ട് ചെയ്യാനിരുന്ന അവരുടെ ബിസിനസ് ഇന്ത്യയിലാണ് പോലും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ജാനകി അമ്മയുടെ മുഖം വല്ലാതെയായി. സിദ്ധുവിൻ്റെ അച്ഛനും സന്തോഷമായി. അത് നല്ലൊരു കാര്യമാണ്. ജാനകി അമ്മ അപ്പോൾ മനസ്സിലോർത്തു, സിദ്ധാർത്ഥ് അവനായിട്ട് തന്നെയാണല്ലോ അമേരിക്കയിലേക്ക് പോകാൻ ഇറങ്ങിയത്. പെട്ടെന്ന് ആ പ്ലാന് മാറ്റുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മേഘയും മുത്തശ്ശിയും വന്നത്. ലക്ഷ്മി അമ്മ മേഘയോട് പറഞ്ഞു, മേഘ, നിനക്കൊരു കാര്യം അറിയോ? എന്താ അമ്മേ? സിദ്ധാർത്ഥ് US പോകുന്നത് മാറ്റിവെച്ചു. ഇത് കേട്ട് മേഘയും മുത്തശ്ശിയും ഞെട്ടിത്തരിച്ചുപോയി. ഇനി അവൻ നമ്മുടെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ മേഘ ചോദിച്ചു, എന്താ അമ്മ പറയുന്നേ? US സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച കമ്പനിയില്ലേ, അത് അവർ ഇന്ത്യയിൽ തുടങ്ങുകയാണത്രേ. സിദ്ധു ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാമത്രേ. മേഘ അവളും സന്തോഷിക്കുന്നുണ്ടെന്ന് കാണിച്ച് മുത്തശ്ശിയെ നോക്കി. രണ്ടുപേരുടെയും മുഖം വല്ലാതെയായി. മുത്തശ്ശി പതുക്കെ മേഘയോട് പറഞ്ഞു, എന്താടീ? സിദ്ധാർത്ഥ അമേരിക്കയിൽ പോയി തൊലയും, കമ്പനിയുടെ എല്ലാ അവകാശവും നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അവസാനം തിരിച്ചു വരുന്നു. എന്തൊരു കഷ്ടം. എന്നിട്ട് മുത്തശ്ശി സ്വയം ആലോചിച്ചു, അവനെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ഓടിക്കും? ലക്ഷ്മിയമ്മ പെട്ടെന്ന് മഹേന്ദ്ര സാറിനോട് പറഞ്ഞു, സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നില്ല എന്ന് കേട്ടപ്പോഴാണ് നിങ്ങളുടെ മുഖത്ത് ഞാൻ ചിരി കാണുന്നത്. അതേ ലക്ഷ്മി, സിദ്ധാർത്ഥൻ്റെ മരുമകനല്ല, എൻ്റെ മകനാണ്. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയുണ്ടായി. അവൻ എന്തൊരു സപ്പോർട്ടാണെന്നോ, എൻ്റെ റൈറ്റ് ഹാൻഡ് തന്നെ അവനാണ്. അവൻ അമേരിക്കയിലേക്ക് പോകുന്നെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ കൈയും കാലും ഓടുന്നില്ല. ഈശ്വരൻ തിരിച്ചു കൊണ്ടുവന്നു. ജാനകി അമ്മയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നും കണ്ടില്ല. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നിന്റെ നല്ല മനസ്സിന് എല്ലാം നല്ലതുപോലെ നടക്കൂടാ. മഹേന്ദ്രൻ സാറ് ഭംഗിയായി സന്തോഷത്തോടെ ചിരിച്ചു. മുത്തശ്ശിയും മേഘയും അത് കേട്ട് വലിയ സന്തോഷമൊന്നുമില്ലാതെ റൂമിലേക്ക് തിരിച്ചുപോയി. മഹേന്ദ്രൻ സാറ് മുത്തശ്ശനോട് പിന്നെയും പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. എല്ലാവരുടെ മുഖത്തും ചിരിയുണ്ടെങ്കിലും ജാനകി അമ്മ ആലോചിച്ചുകൊണ്ടേയിരുന്നു.
പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. അവൻ ഫോണിൽ ആരെയോ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്നും വടികൊണ്ട് ഒരടി കിട്ടി. തലയ്ക്കായിരുന്നു അടി കിട്ടിയത്. അടിച്ചത് മനോഹറും. അടിച്ചത് ആരാണെന്ന് കാണും മുൻപേ സിദ്ധു ബോധരഹിതനായി തറയിലേക്ക് വീണു. മനോഹർ അവൻ വീണു എന്ന് കണ്ടപ്പോൾ മഹേഷിനെ വിളിച്ചു. ഏയ് വാ. മഹേഷ് വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. വാ, പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് മനോഹർ സിദ്ധുവിൻ്റെ കാലിലേക്ക് പിടിച്ചു. മഹേഷ് തലഭാഗവും. എന്നിട്ട് രണ്ടുപേരും കൂടി അവനെ പൊക്കിയെടുത്ത് വണ്ടിയുടെ പിൻഭാഗത്ത് കൊണ്ടിട്ടു. എന്നിട്ട് വേഗം കാർ ഓടിച്ചു പോയി. ഇപ്പുറത്ത് ചന്ദ്രികയാകട്ടെ സന്തോഷത്തിൽ മലരുമോളെ കാണാൻ വേണ്ടി വേഗത്തിൽ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ കാണിക്കുന്നത് മലരുമോളെയാണ്. അവൾ സങ്കടത്തിൽ നടന്നുകൊണ്ട് വരികയാണ്. അവൾ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ സിദ്ധു കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഡോള്. അതിലേക്ക് അവൾ സങ്കടത്തോടെ നോക്കി. അതവൾ കയ്യിലേക്കെടുത്ത് തറയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് അവൾക്ക് ആദ്യമായി സിദ്ധു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഓർത്തു. കേക്ക് വായിലിട്ട് കൊടുത്തതും അവളെ കളിപ്പിക്കുന്നതും അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതും എല്ലാം ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ സിദ്ധു എന്നെ വിട്ടിട്ട് പോയേ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേഗത്തിൽ ചന്ദ്രിക വന്നത്. അവൾ വണ്ടി ഒതുക്കി വെച്ച് മലരിൻ്റെ അടുത്തേക്ക് വന്നു. മലര് കരയുന്നത് കണ്ട് അവൾക്ക് സങ്കടമായി. പെട്ടെന്ന് തന്നെ ഓടി അവൾക്കടുത്തേക്ക് വന്നു. മലരെ, കരയല്ലേ മോളെ, സിദ്ധു സാറ് അമേരിക്കയിലേക്ക് പോയിട്ടില്ല. മലരപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. നിന്നെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ട്. മലര് പെട്ടെന്ന് എണീറ്റ് ചോദിച്ചു. സത്യാണോ അമ്മേ? അതേടാ, സത്യമായിട്ടും സിദ്ധു അമേരിക്കയിലേക്ക് പോയിട്ടില്ല അമ്മേ. സത്യമായിട്ടും സിദ്ധു സാറ് അമേരിക്കയിലേക്ക് പോയിട്ടില്ല. മലരപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഏ, സിദ്ധു അമേരിക്കയിലേക്ക് പോയില്ലല്ലോ, എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. അവൾ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടി. അത് കണ്ട് ചന്ദ്രികയ്ക്കും സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. നന്നായി അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ച് ചന്ദ്രിക. അവൾക്കൊരു കോള് വരുന്നു. അതെടുത്തപ്പോൾ മഹേഷാണ്. അവൻ അവളോട് പറയാണ്, നിന്റെ കള്ളക്കാമുകനില്ലേ സിദ്ധാർത്ഥ്, അവനിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയോ? എൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. എന്ത് വിഡ്ഢിത്താണ് പറയുന്നത്? അദ്ദേഹത്തോട് അടുക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ല. നിന്നെ അദ്ദേഹം കൊന്നുകളയും. അത് കേട്ട് മഹേഷ് ചിരിച്ചു. അവൻ്റെ തൊട്ടിപ്പുറത്ത് കൈകളൊക്കെ കെട്ടിവെച്ച് സിദ്ധു ഉണ്ടായിരുന്നു. അതെ അതെ അതെ, നിന്റെ കാമുകൻ ഒരു സൂര്യനാണല്ലോ, എന്നെ അങ്ങ് ചുട്ടരിച്ച് കളയാൻ. അവിടെ നിൽക്ക്, നിനക്കൊന്ന് കേൾപ്പിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഫോൺ അവിടെ പിടിച്ച് സിദ്ധുവിൻ്റെ കാലിന് അവൻ്റെ കാല് വെച്ച് അമർത്തി. അപ്പോൾ സിദ്ധു വേദന കൊണ്ട് ഞരങ്ങി. അത് കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.